എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ജില്ലാനന്തര ട്രാൻസ്ഫറാണിത്. അതായത് സംസ്ഥാനത്തെ ഏത് ജില്ലയിലേക്കും അതുപോലെ തന്നെ ഏത് സ്കൂളിലേക്കും ഏത് കോഴ്സിലേക്കും വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനാൽ തന്നെ നിങ്ങൾക്ക് ജില്ല മാറി ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെച്ചവർക്കും അതുപോലെ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയ ജില്ലക്കകത്തുള്ള നിലവിലെ സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അതല്ലെങ്കിൽ നിലവിലെ ജില്ലയിലെ മറ്റേതെങ്കിലും സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ജില്ലയിലെ മറ്റേതെങ്കിലും കോഴ്സുകളിലേക്കോ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളുടെയും റിസൾട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റിസൾട്ട് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 11 വൈകുന്നേരം 4 മണി വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓഗസ്റ്റ് 10, 11 തീയതികൾ തിങ്കൾ ചൊവ്വ ദിവസങ്ങളായിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യം ഉണ്ട് എന്ന് വിചാരിച്ച് ലാസ്റ്റ് ഡേയിൽ പോകരുത്. കാരണം ആദ്യ ദിവസം തന്നെ പോകാൻ നോക്കുക. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ദിവസമായിരിക്കും നിങ്ങൾക്കിപ്പോൾ മറ്റൊരു സ്കൂളിലൊക്കെയാണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ ആദ്യത്തെ സ്കൂളിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ പോയിട്ട് വാങ്ങിക്കണം. എന്നിട്ട് അടുത്ത സ്കൂളിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കണം. അപ്പോൾ അതിനാൽ തന്നെ ആദ്യത്തെ ദിവസം തന്നെ പോവുക. അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അഡ്മിഷനായിട്ട് പോകാൻ പറയാൻ കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അത് കഴിഞ്ഞ ഫസ്റ്റ് ട്രാൻസ്ഫർ ഒരു വിദ്യാർത്ഥിക്ക് അങ്ങനെ മറ്റൊരു സ്കൂളിലേക്ക് കിട്ടിയ സമയത്ത് ആ ഒരു വിദ്യാർത്ഥി സ്കൂളിലെത്താൻ ലേറ്റ് ആയത് കാരണം ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു വിദ്യാർത്ഥിക്ക് ആദ്യമുള്ള സീറ്റ് ട്രാൻസ്ഫർ കിട്ടിയത് കൊണ്ടുപോയി. ഇനി ട്രാൻസ്ഫർ കിട്ടിയ സീറ്റിലാണെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ ലേറ്റ് ആയത് കാരണം അഡ്മിഷൻ ലഭിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് നിലവിൽ എവിടെയും അഡ്മിഷൻ ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് നിലവിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് മറ്റൊരു സ്കൂളിലേക്ക് ഏത് ജില്ലയിലാണെങ്കിലോ അല്ലെങ്കിൽ നിലവിലെ ജില്ലയിലാണെങ്കിലോ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓഗസ്റ്റ് 10 തന്നെ പോയിട്ട് നിർബന്ധമായും അഡ്മിഷൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് എന്ത് വേണം, താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാൻഡിഡേറ്റ് ലോഗിൻ മെറിറ്റ് ഓഫ് സ്പോർട്സ് എന്ന ലിങ്കാണ്. അപ്പോൾ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ മെറിറ്റ് ഓഫ് സ്പോർട്സ് എന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത പേജിൽ എത്തുന്നു. അവിടെ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് കാണാം. അവിടെ നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, അവിടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നു. പ്രൊഫൈൽ പേജിൽ അവിടെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും അതുപോലെ തന്നെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലാണ് ട്രാൻസ്ഫർ കിട്ടിയതെന്നൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടാത്തവർക്ക് സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്നും കാണാൻ പറ്റും. അത് ചുവപ്പ് കളറിലാണ് ഉണ്ടാവുക. ഇനി ട്രാൻസ്ഫർ കിട്ടിയവരും കിട്ടാത്തവരും നേരെ അവിടെ ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട്സ് എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഈ ഒരു പേജിലും ഇതേ രീതിയിൽ തന്നെ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലേക്കാണ് ഈ ഒരു ട്രാൻസ്ഫർ കിട്ടിയതെന്നും വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ചില വിദ്യാർത്ഥികൾക്ക് ആ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക, അതായത് സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്നായിരിക്കും. അത് ട്രാൻസ്ഫർ കിട്ടാത്ത വിദ്യാർത്ഥികൾക്കായിരിക്കും. ഇനി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയവർ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ള ലിങ്ക് ആ ഒരു പേജിൽ താഴെയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ കാണാവുന്നതും അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും കിട്ടിയവർക്കും അവിടെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലാസ്റ്റ് റാങ്കും യുവർ റാങ്കും അത് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷനുകളുടെ ലാസ്റ്റ് റാങ്കും യുവർ റാങ്ക് ഡീറ്റെയിൽസും നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓരോ ഓപ്ഷനിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ആ ഒരു കിട്ടിയ ഓപ്ഷൻ എത്ര റാങ്ക് വ്യത്യാസത്തിലാണ് നിങ്ങൾക്ക് ശേഷം മറ്റാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് ലാസ്റ്റ് റാങ്കും യുവർ റാങ്കും നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടാത്ത ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു സോറി യു ഹാവ് നോ ട്രാൻസ്ഫർ എന്ന് കാണിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും അങ്ങനെയുള്ളവർക്കും നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്ഫർ കിട്ടാത്ത ഓപ്ഷനിൽ എന്തുകൊണ്ടാണ് എത്ര റാങ്ക് വ്യത്യാസത്തിലാണ് ട്രാൻസ്ഫർ കിട്ടാത്തത് എന്നുള്ള കാര്യം വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 10 മുതൽ ഓഗസ്റ്റ് 11 വൈകുന്നേരം 4 മണിക്കൂറിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ആദ്യ ദിവസങ്ങളിൽ തന്നെ അഡ്മിഷനായിട്ട് പോകുന്നതാണ് നല്ലത്. കാരണം പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ആദ്യ ദിവസം തന്നെ അഡ്മിഷനായിട്ട് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഫസ്റ്റ് ട്രാൻസ്ഫറിൽ ഒരു വിദ്യാർത്ഥിക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ട് സ്കൂളിൽ അതായത് ലാസ്റ്റ് ഡേൻ്റെ ലാസ്റ്റ് വൈകുന്നേരം 4 മണിക്ക് എത്താൻ പറ്റാത്തത് കാരണം ആ ഒരു വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾക്കൊരു പ്രോബ്ലം നിലവിൽ ഉണ്ടാക്കരുത്. അപ്പോൾ അതിനാൽ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ട്രാൻസ്ഫർ കിട്ടിയ സ്കൂളിൽ പോയിട്ട് നിർബന്ധമായിട്ടും ആദ്യ ദിവസം തന്നെ അഡ്മിഷനായിട്ട് പോവുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ മറ്റൊരു കോഴ്സിലേക്കാണ് മാറ്റം കിട്ടിയതെങ്കിൽ എക്സ്ട്രാ വരുന്ന ഫീസ് നിങ്ങൾ അടച്ചാൽ മതിയാകും. ഇനി അതേസമയം നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലേക്കോ വേറെ
കോഴ്സിലേക്കോ അതുപോലെ വേറെ ജില്ലയിലെ വേറെ സ്കൂളിലേക്കൊക്കെയാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ ആദ്യത്തെ സീറ്റ് അവിടെ നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ഏത് കോഴ്സിലേക്കാണോ കിട്ടിയത് ആ സ്കൂളിലേക്ക് നിങ്ങളുടെ പുതിയ TCയും തരും, മറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പുതുതായിട്ട് കിട്ടിയ ആ സ്കൂൾ കോഴ്സിൽ നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് അതുപോലെ ട്രാൻസ്ഫർ കിട്ടാത്തവർക്ക് നിലവിലെ സീറ്റിൽ തന്നെ തുടർന്ന് പഠിക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിന്ന് കിട്ടുന്ന അലോട്ട്മെൻറ്റ് മെമ്മോ, അതായത് അലോട്ട്മെൻറ്റ് ലെറ്ററാണ്. അടുത്തത് വിദ്യാർത്ഥികളുടെ SSLC, CBSE, ICSE നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് 10ാം ക്ലാസ് പഠിച്ചത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് നിങ്ങളുടെ TC, അതുപോലെ തന്നെ സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ ആധാർ കാർഡിൻ്റെ കോപ്പി, റേഷൻ കാർഡിൻ്റെ കോപ്പി, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് EWS റിസർവ്. ഇത്രയുമാണ് ബേസിക് ആയിട്ട് വേണ്ടത്. ഇതിൻ്റെ കൂടെ ഈ ഒരു ഫീസ് 1300 രൂപ വരും. അതുപോലെ യൂണിഫോം വാങ്ങിക്കാനായിട്ട് ഒരു 1300 രൂപ കൂടി അധികമായിട്ട് എടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത് നിങ്ങളുടെ അതായത് EWS റിസർവേഷൻ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ മാത്രം EWS സർട്ടിഫിക്കറ്റ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി അടുത്തതായിട്ട് വേണ്ടത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതായത് ബോണസ് പോയിന്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവും. അതായത് NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കേസ് ലാഗ്രറ്റി അങ്ങനെ പല സർട്ടിഫിക്കറ്റ് ഉള്ളവർ അത് എടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തത് ടൈ ബ്രേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതായത് LSS, USS, NMMS, NTSC ഇതേപോലെ വിവിധ പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്ലബ് സർട്ടിഫിക്കറ്റ്, കായിക മത്സരങ്ങൾ പങ്കെടുത്തതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റുകൾ എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അഡ്മിഷനായിട്ട് അതായത് നിലവിൽ മറ്റൊരു സ്കൂളിൽ നിന്നും വേറെ സ്കൂളിലേക്ക് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ സ്കൂളിൽ നിങ്ങൾ കൊടുത്ത എല്ലാവിധ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്ന വിഷയം +1 ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അഡ്മിഷൻ നിർദ്ദേശങ്ങൾ. അതായത് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അഡ്മിഷൻ നിർദ്ദേശങ്ങൾ നിലവിലുള്ള ഒഴിവുകളിൽ ജില്ലാന്തര സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കാനുള്ള അവസരം 2026 ഓഗസ്റ്റ് 5 വൈകുന്നേരം 4 മണി വരെ നൽകിയിരുന്നു. ഇത്തരത്തിൽ ആകെ ലഭ്യമായ 20,199 അപേക്ഷകളിൽ കൺഫർമേഷൻ പൂർത്തിയാക്കിയ 19,896 അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ടുള്ള ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് 2026 ഓഗസ്റ്റ് 10 രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാവും വിധം പ്രസിദ്ധീകരിക്കുന്നതാണ്. കാൻഡിഡേറ്റ് ലോഗിനിലെ ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട്സ് എന്നുള്ള ലിങ്കിലൂടെ റിസൾട്ട് പരിശോധിക്കാനുള്ള സൗകര്യം അതത് സ്കൂൾ പ്രിൻസിപ്പൽമാർ ചെയ്ത് കൊടുക്കേണ്ടതും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുത്ത് നൽകേണ്ടതുമാണ്. അതേ സ്കൂളിൽ കോമ്പിനേഷൻ മാറ്റം ലഭിച്ചാലും അതുപോലെ തന്നെ പുതിയ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രകാരം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ മാറ്റി കൊടുക്കേണ്ടതാണ്. സ്കൂൾ മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കാലതാമസം കൂടാതെ TCയും അതായത് വിടുതൽ സർട്ടിഫിക്കറ്റും സ്കൂൾ അഡ്മിഷൻ യൂസർ ലഭ്യമാക്കിയ TC ജനറേറ്റർ ഫോർ സ്റ്റുഡൻറ്റ് ട്രാൻസ്ഫേർഡ് ടു അതർ സ്കൂൾ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലിങ്കിലൂടെ TC ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് പ്രിൻസിപ്പാൾമാർക്കുള്ള നിർദ്ദേശമാണ്. അതുപോലെ സ്വഭാവ സർട്ടിഫിക്കറ്റും മറ്റ് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും നൽകി പുതിയ സ്കൂളിൽ പ്രവേശനത്തിന് ഹാജരാവാൻ ആവശ്യപ്പെടണം. സ്കൂളുകൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലിസ്റ്റും ടൈ റാങ്ക് റിപ്പോർട്ടും അഡ്മിഷൻ യൂസറിൽ ലഭ്യമാകുന്നതാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അഡ്മിഷൻ 2026 ഓഗസ്റ്റ് 10 രാവിലെ 11 മണി മുതൽ ഓഗസ്റ്റ് 11 വൈകുന്നേരം 4 മണി വരെ നടത്താവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലൂടെ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികളുടെ അതത് ദിവസം തന്നെ HITC യൂസറിലുള്ള അഡ്മിഷൻ ഡീറ്റെയിൽസ് എൻട്രി TXFR എന്നുള്ള ലിങ്കിലൂടെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുമാണ്. 2026 ഓഗസ്റ്റ് 11 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി പ്രിൻസിപ്പൽ ലോഗിനിലൂടെ അഡ്മിൻ യൂസർ കൺഫർമേഷനും പൂർത്തീകരിക്കേണ്ടതാണ്. ഇനി സ്കൂൾ ഓഫ് കോമ്പിനേഷൻ മാറ്റം ലഭിച്ചവർ അടയ്ക്കേണ്ട ഫീസിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ. നിലവിലെ സ്കൂളിൽ തന്നെ കോമ്പിനേഷൻ മാറ്റം ലഭിച്ചവർ നിലവിൽ പ്രവേശനം ലഭിച്ച സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്കാണ് നിങ്ങൾക്ക് മാറ്റം ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ ആ കോമ്പിനേഷൻ മാറ്റത്തിൻ്റെ ഫലമായി അടയ്ക്കേണ്ടുന്ന തുക അധികമായിട്ട് വല്ല ഫീസും മറ്റും ഉണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ അടച്ചാൽ മതിയാകും. ഇനി അതുപോലെ തന്നെ ഒരേ കോമ്പിനേഷനിൽ തന്നെ സ്കൂൾ മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നിലവിൽ പ്രവേശനം നേടിയ അതേ കോമ്പിനേഷനിൽ തന്നെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പുതുതായി ഫീസൊന്നും അടയ്ക്കേണ്ടതില്ല. ഇവർ കോഷൻ ഡെപ്പോസിറ്റും PTA ഫണ്ട് എന്നിവ പുതുതായിട്ട് അഡ്മിഷൻ നേടുന്ന സ്കൂളിൽ നിങ്ങൾ അടയ്ക്കേണ്ടതാണ്. ഇനി പുതിയൊരു സ്കൂളിൽ പുതിയൊരു കോമ്പിനേഷനിൽ പ്രവേശനം ലഭിച്ചവർ കോമ്പിനേഷൻ മാറ്റത്തോടെ പുതിയൊരു സ്കൂളിലേക്ക് മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾ അതിപ്പോൾ മറ്റൊരു ജില്ലയിലേക്കായിരുന്നാലും നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പുതിയ കോമ്പിനേഷൻ്റെ ഭാഗമായി അടയ്ക്കേണ്ടുന്ന ഫീസ് കോഷൻ ഡെപ്പോസിറ്റ് അടയ്ക്കേണ്ടുന്ന അധിക ഫീസ്, കോഷൻ ഡെപ്പോസിറ്റ്, PTA ഫണ്ട് എന്നിവ അടയ്ക്കേണ്ടതാണ്. ഇനി സ്കൂൾ മാറ്റം ലഭിച്ച പുതിയ സ്കൂളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ
വിദ്യാർത്ഥികളിൽ നിന്നും ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാർ ആദ്യം പ്രവേശനം നേടിയ സ്കൂളിൽ അടച്ച ഫീസിൻ്റെ റെസിപ്റ്റ് വാങ്ങി സൂക്ഷിക്കേണ്ടതും അതുപോലെ അധികം ഫീസ് ഇനത്തിൽ വരുന്ന തുക മാത്രം ഫീസ് അടക്കാൻ നിർദ്ദേശിക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ സ്കൂൾ മാറ്റം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവർ ആദ്യം പ്രവേശനം നേടിയ സ്കൂളിൽ അടച്ച കോഷൻ ഡെപ്പോസിറ്റ്, PTA ഫണ്ട് എന്നിവ അപേക്ഷ സമർപ്പിക്കുന്ന മുറയ്ക്ക് ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാർ നിർബന്ധമായും തിരികെ നൽകേണ്ടതാണ്. നിലവിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കായി സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് ശേഷമുള്ള ഒഴിവുകൾ മെറിറ്റ് അടിസ്ഥാനത്തിലുള്ള സ്പോട്ട് അഡ്മിഷനായിട്ട് വിശദ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ 2026 ഓഗസ്റ്റ് 13 പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള പ്രാദേശിക അവധി ഉണ്ടാവുകയാണെങ്കിൽ പോലും പ്രവേശന നടപടികൾ തടസ്സപ്പെടാതിരിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ അതത് പ്രിൻസിപ്പൽമാർ സ്വീകരിക്കേണ്ടതാണെന്നാണ് പറഞ്ഞുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നിർദ്ദേശങ്ങളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 10-11 തീയതികളായിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.